ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് ഗൗരി ഗണേഷ്. കോവിഡിന്റെ സമയത്ത് എന്റെ പണി നടക്കുന്നത് പിൻട്രസ്റ്റ് റെഫറൻസ് ഇൻസ്റ്റാഗ്രാമിലുള്ള കുറെ ഇമേജസ് ഒക്കെ വെച്ചിട്ട് കൂട്ടിയെടുത്തതാണ്. നമ്മളൊരു കോഫി ഷോപ്പിൽ ചെന്നൊരു ഫീലാണ്. ഭയങ്കര ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പൊട്ടൽ ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ ഒരു ഭംഗിയാണ്. നമ്മളെ ഒരു റിസോർട്ടിൽ പോയിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു ഫീലാ. സ്റ്റേക്കേഷൻ സ്പേസ് ആയിട്ട് വീട് ഗസ്റ്റിന് ഓപ്പൺ ചെയ്യുവാണ്. ഇനി വേറൊരു ഗൗരിനെ കാണാം. പുള്ളി വരച്ചതാണ്. പുള്ളി വരച്ച കളക്ഷനിന്ന് ഇത് കിച്ചൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് വേണം അവിടെ കഴിക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഡിന്നർ ലഞ്ച് ഇവിടെ കഴിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഹോം സ്റ്റേ കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണോ നിങ്ങൾ ഈ വീട് വെച്ചത്? അല്ല. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഹോം സ്റ്റേ ചെയ്യാന്നൊരു പ്ലാനിലേക്ക് വന്നേ? അതും ഇത് ഈ വീട് ചെയ്തപ്പോ അതിന്റെ എക്സ്റ്റീരിയർ ഒക്കെ ഒന്ന് അത് 200 വർഷം പഴക്കമുള്ള തറവാടാണ്. അച്ഛനും ജനിച്ചു വളർന്നതൊക്കെ ഈ വീട്ടിൽ പഠിച്ചതൊക്കെ ഈ നാട്ടിൽ തന്നെ ആയിരിക്കും. പുള്ളിയുടെ അച്ഛൻ ട്രിവാൻഡ്രം ലൈബ്രറിയിലെ ലൈബ്രറിയൻ ആയിരുന്നു. എല്ലാം ഒറിജിനൽ പീസസ് ആണ്. വസന്തം വിടർത്തി ഉള്ളിലാകെ കുളിർ പെയ്തു തോരാത്ത പോലെ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഹോം ടൂറിലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഹോം ടൂറിൽ ആരുടെ വീട്ടിലേക്കാണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് കാണാം. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ്. നിങ്ങൾക്ക് വീട് കണ്ടില്ലേ, വീടിന്റെ പുറമേ തന്നെ കാണും. ഇതൊരു വില്ലേജ് ഏരിയ ആണ്. ഇവിടെ കാണുമ്പോൾ തന്നെ ഇവിടെ തൊട്ടപ്പടെ കുളമുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുളമുണ്ട്, നല്ല രസമാണ്. ഈ ഒരു ആംബിയൻസ് തന്നെ വല്ലാത്ത നിറയെ നമുക്ക് പക്ഷികൾ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കണ കേൾക്കാം. വേറെ തന്നെ ഒരു വൈബാണ്. എന്നാൽ ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പി ഡിസ്ട്രിക്റ്റിലാണ്. പക്ഷേ ഇവിടെ നിന്ന് ആലപ്പിയിലേക്ക് പോകുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് നമ്മൾ എത്തുന്ന എറണാകുളത്തേക്ക് തന്നെയാണ്, അടുത്ത എറണാകുളമാണ്. പക്ഷെ എന്നാലും ഹൈവേ തൊട്ടടുത്താണ്. ആ ഹൈവേയുടേതായിട്ടുള്ള ഒരു ഒച്ചയോ ബഹളോ അങ്ങനെയൊന്നുമില്ലാതെ വളരെ ശാന്തമായിട്ടുള്ളൊരു ആംബിയൻസും അങ്ങനത്തെ ഒരു നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം, നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന വീടും. ഇനി നമുക്ക് വീടിൻ്റെ ആരാണെന്ന് നോക്കാം. പുറമേയൊക്കെ കണ്ട ആരാ വരുന്നത് നോക്കാം. ഞാൻ വലിയ സർപ്രൈസ് ഒന്നും, നിങ്ങളിപ്പോൾ തംബ്നെയിലെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ വീടിന്റെ പുറത്ത് ബോർഡും വെച്ചിട്ടുണ്ട്, പേരും അവിടെയുണ്ട്. അപ്പൊ തന്നെ എല്ലാം മനസ്സിലാവും. ഹലോ ഗൗരി, ഗൗരി ലക്ഷ്മി, ഗൗരി ഗണേഷ്. കണ്ടോ? ഹായ് ഗൗരി, ഹൗ ആർ യു? ഓക്കെ, ഹായ് ഗൗരി. യെസ്, സുഖമായിട്ടിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ഹൗസ് ഗൗരി. ഞാൻ ഇങ്ങനെ പറയായിരുന്നു, വീട് പുറമേ തന്നെ കാണുമ്പോ എന്ത് രസാ. ഉള്ളിലേക്ക് കയറൂ, അതിലും മനോഹരമാണ്. വരൂ. ഈ വീട് വെച്ചിട്ട് ഇപ്പൊ എത്ര നാളായിട്ടുണ്ടാവും? 4 വർഷം. 4? 4 years ആയോ? ശരിക്കും ഈ വീടിന്റെ ഒരു ഇന്റീരിയർ, ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊരു കോഫി ഷോപ്പിൽ ചെന്നൊരു ഫീലാണ്. ഒരു ഭയങ്കര ഒരു റെസ്റ്റോ കഫേ, ഒരു കോഫി ഷോപ്പ്. സാധാരണ വീടുകളിൽ കാണുന്നതിനെക്കാട്ടിലും വേറിട്ട ഒരു ആംബിയൻസ് ആണല്ലോ വീടിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഗൗരിയുടെ ഒരു പ്ലാൻ ആണോ? ആർക്കിടെക്ട് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൺലൈൻ കോവിഡിന്റെ സമയത്ത് എന്റെ പണി നടക്കുന്നത്, അപ്പോൾ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പം പിൻട്രസ്റ്റ് റെഫറൻസ് ഇൻസ്റ്റാഗ്രാമിലുള്ള കുറെ ഇമേജസ് ഒക്കെ വെച്ചിട്ട് അവിടുന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടിയെടുത്തതാണ്. അത് ഇതിൽ കാണുന്ന ഇത് ഫുള്ള് ഗൗരിയുടെ ഇഷ്ടങ്ങളാണോ അതോ ഗണേഷിന്റെ ഇഷ്ടമാണോ? ആണോ? നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു വീടായിരുന്നു ആണോ? ഭയങ്കര ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും അല്ല. എല്ലാം ഇങ്ങനെ കുറച്ച് പൊട്ടൽ ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ ഒരു ഭംഗിയായിട്ടുള്ളൊരു. ഓക്കെ, അത് കോൺഷ്യസ്ലി ചെയ്തതാണ് ആണ്. ഓക്കെ, നിങ്ങൾ കണ്ടു, നമുക്ക് കാണാം. ഇവിടെ തന്നെ ഒരു ഹ്യൂജ് ഇതിലേക്കുള്ള ഈ പെയിന്റിങ്സും കാര്യങ്ങളും ഇതൊക്കെ ഗൗരി തന്നെ പോയിട്ട് ഹാൻഡ് പിക്ക് ചെയ്താണോ? ഓൺലൈൻ വാങ്ങിയതുണ്ട്, നേരിട്ട് വാങ്ങിയതുണ്ട്. ഓക്കെ, ആർക്കിടെക്ട് ആരാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഷബ്നം എന്ന് പറഞ്ഞിട്ട്, ഷബ്നം സീമാമു, കാലിക്കറ്റിലുള്ളതാണ് ആർക്കിടെക്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഗൗരിയുടെ വക ഒരു ഐഡിയാസ് ഒക്കെ എങ്ങനെയായിരുന്നു അവരോട് പറഞ്ഞു? ഇങ്ങനെ ഒരു വാള് വേണമെന്നുള്ളത്. ഓക്കെ, ഭയങ്കര ഒരു റസ്റ്റിക് ആയിട്ടുള്ള, ഒട്ടും പെർഫെക്റ്റ് അല്ലാത്തൊരു വാള് വേണമെന്നുണ്ടായിരുന്നു.
ഓ ഓക്കെ. പിന്നെ കുറച്ച് ട്രൈബ്സിൻ്റെതായിട്ടുള്ള ഫീൽ ചെയ്യുന്ന പോലത്തെ കുറെ കാര്യങ്ങൾ, മാസ്ക് എല്ലാം ആ ഒരു വൈബിലാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ കൂൾ. ഈ ഒരു ഏരിയ പോവാമോ ഇങ്ങോട്ട്? നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. ഇങ്ങനെ അങ്ങ് പോവാം. ഇവിടെ എന്താ ആക്ച്വലി? അത് കഴിക്കുന്ന സ്ഥലമാണ്, ഡൈനിങ് സ്ഥലമാണ്. ഓ അവിടെയാണോ ഡൈനിങ് ഏരിയ? നമ്മൾ ആക്ച്വലി ഒരു സ്റ്റേക്കേഷൻ സ്പേസ് ആയിട്ട് വീട് ഗസ്റ്റിന് ഓപ്പൺ ചെയ്യുവാണ് മാസം തൊട്ട്. അപ്പൊ ഇതുവരേക്കും കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പൊ ഹോം സ്റ്റേക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ ഈ വീട് കിട്ടും. അവൈലബിൾ ആണ്. വാവ്, അത് നല്ലൊരു ന്യൂസ് ആണ് നിങ്ങൾക്ക്. ഹോം സ്റ്റേ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും. അതെങ്ങനെയാ ഗൗരി എടുക്കുകയാണെങ്കിൽ ഒരു റൂമായിട്ട് എടുക്കണോ അതോ ഫുൾ വീട് എടുക്കണോ? പോലെ ഫുൾ വീടാണെങ്കിൽ അങ്ങനെ 8 to 10 പീപ്പിൾ, 4 ബെഡ്റൂംസ് ഉണ്ട്. സുഖമായിട്ട് 8 മുതൽ 10 പേർക്ക് ഇരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബെഡ്റൂംസ് ആണെങ്കിൽ ഔട്ട്ഡോർ ഒരു 2 പേർക്കുള്ള റൂം ഉണ്ട്, അപ്സ്റ്റേഴ്സ് ഒരു 2 പേർക്കുള്ള ഉണ്ട്. 4 പേരാണെങ്കിൽ ഇവിടെ അടുത്തടുത്ത് 2 റൂംസ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആദ്യം ഫസ്റ്റ് വരുന്ന ഇതനുസരിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ മിനിമം ഒരു 4 പേര്, ഒരു 2 പേര് വന്നാലും നിങ്ങൾ കൊടുക്കും? നമുക്ക് ചെയ്യാം. ഫുൾ ഫാമിലിയോ ഗ്രൂപ്പോ ഫ്രണ്ട്സ് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പം നമുക്ക് ഇന്റീരിയർ നല്ല രസമുണ്ട്. അപ്പൊ എക്സ്റ്റീരിയർ കൂടെ പോയി കഴിഞ്ഞാൽ ഇനി എല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും ഇറങ്ങണോ പുറത്തോട്ട്? നമുക്ക് ആദ്യം വീടിനകം ഒന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം. വരുന്നുള്ളൂ. ബാ. ഇദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടാണ് ഇതിന്റെ കൂടെ നടക്കുന്നത്. ആണോ? എന്നാ ഭക്ഷണം കൊടുക്കാൻ സമയമില്ല. പുള്ളിക്ക് ഇത് കിച്ചൺ. ഇത് കിച്ചൺ ആണ്. ഇത് പണിതിട്ടിട്ട് 4 വർഷമായിട്ട് കിടക്കുന്നത് അങ്ങനെ തന്നെ വെച്ചിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ. ഇല്ല, നമ്മൾ ആക്ച്വലി ഗ്യാസും സാധനവും ഒക്കെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. കാരണം ഇവിടെ ഫുഡ് വേറെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഗ്യാസും എന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളുടെ ഫുഡ് നമ്മൾ തരുന്നതായിരിക്കും. ബേസിക് അമ്യൂണിറ്റീസ് ഉണ്ടാവും, കാപ്പി, ചായ, ഇൻഡക്ഷൻ സ്റ്റൗ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മേജർ കുക്കിംഗ് എല്ലാ ഫുഡെല്ലാം നമ്മൾ എന്റെ വീട്ടിൽ നിന്ന് തന്നെ, എന്റെ അമ്മയച്ഛനും അടുത്ത് തന്നെ താമസിക്കുന്നത്, തറവാടപ്പുറത്ത് തന്നെയാണ്. അപ്പം അവിടുന്ന് നമ്മൾ ഫുഡെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കെറ്റിലും കാര്യങ്ങളും സാധനങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഫുഡും പ്രൊവൈഡ് ചെയ്യും. അത് വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും. ഓക്കെ. അപ്പൊ ഹോം സ്റ്റേക്ക് ഒരാൾ വരുവാണെങ്കിൽ ഇതൊക്കെ ഇവിടെ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്യും. വെജും നോൺ വെജും കിട്ടും എല്ലാം. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്, കാരണം ഇത് എറണാകുളത്തിന് തൊട്ടടുത്തതാണ്. 45 minutes to 1 hour. ഓക്കെ. ആലപ്പുഴയും സെയിം ഡിസ്റ്റൻസ് തന്നെ, കറക്റ്റ് നടുക്കായിട്ടാണ് വരുന്നത് നിൽക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പൊ ആൾക്കാർ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതിനടുത്ത് എന്തെങ്കിലും വാട്ടർ ഫ്രണ്ടോ അല്ലെങ്കിൽ 5 മിനിറ്റിലെ ലേക്കാണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഞങ്ങളുടെ സ്ഥലം തന്നെയാണ്. പുറകെ നടന്നു കഴിഞ്ഞാൽ സർപ്പക്കാവ്, ബാക്കിലൊരു കണ്ടൽക്കാട്, ഒരു ഭയങ്കര വില്ലേജ് ലൈഫ്, സ്ലോ ലിവിങ് എക്സ്പീരിയൻസ്. വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ്. വളരെ സമാധാനപരമായിട്ട് വന്ന് വളരെ സ്ലോ ആയിട്ട് ജീവിച്ചിട്ട് തിരിച്ചു പോവാം. വളരെ നല്ല ഫ്രഷ് എയർ അല്ലേ? നല്ല പ്യുവർ ആയിട്ടുള്ള എയർ. രാവിലെ ഒരുപാട് പക്ഷി, മയിലൊക്കെ ഉണ്ട് രാവിലെ, നിറയെ പക്ഷികളും എല്ലാം ഉണ്ട്. ഭയങ്കര സമാധാനമുള്ള സ്ഥലമാണ്. ഞാൻ ഇപ്പൊ തന്നെ ഇത് കുറേ ബേർഡ്സ് ഇങ്ങനെ ചേർപ്പ് ചെയ്യണത് ഇങ്ങനെ കേൾക്കാം നിറഞ്ഞ്. പിന്നെ ആലീന്നൊക്കെ ഇങ്ങനെ കേൾക്കണ പോലെ ഓരോ ശബ്ദം, ബാറ്റിന് അങ്ങനെയൊക്കെ പോലെയൊക്കെ കേൾക്കാം എല്ലാ സ്ഥലത്തുനിന്നും. ഓക്കെ. ഇനി ഈ ഒരു ഏരിയ, ഇത് ബാക്കിലേക്കുള്ള ഏരിയ ആണ്, ഡൈനിങ് ഏരിയ ആണ് വെളിയിലത്തെ. ഇങ്ങനെയാണ്. ഇവിടെ കിച്ചൺ ആയതുകൊണ്ട് ഇത് ഡൈനിങ്. ഓക്കെ. ഇവിടെ നിങ്ങോട്ട് വന്നാൽ നമുക്ക് ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് ആണ്. ഓക്കെ. ഫാമിലി ആയിട്ട് ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. അതല്ല, ഒറ്റയ്ക്കുള്ളൊരു സ്പേസ് അപ്പുറത്തുണ്ട്. വ്യൂ പുറത്തോട്ട്. ഇത് ശരിക്കും നമ്മൾ ഈ കോഫി ഷോപ്സിൽ കാണുന്ന പോലെ തന്നെ. ഇവിടെ ഒരു ബിഗ് ടേബിൾ, അവിടെ 2 chairs, അങ്ങനെയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണം അവിടെ കഴിക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഡിന്നർ, ലഞ്ച് ഇവിടെ കഴിക്കാം. ഇവിടെ തന്നെ. കാറ്റുണ്ടോ ഗൗരി? വൈകുന്നേരം സന്ധ്യ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തണുപ്പ് വരും. ചില ദിവസങ്ങൾ നല്ല കാറ്റുണ്ടാവും. 4 മണി നിന്നില്ല. ആണോ? കൊതുകൊക്കെ ഉണ്ടോ ഇവിടെ? ആ ഒരു സന്ധ്യ സമയത്ത് മാത്രം ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ല. 6 മണി 7 മണി സമയത്ത് കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല. ഓക്കെ. അങ്ങനെ. പിന്നെ അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്, വേണമെങ്കിൽ അവിടെ ഇരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ. കൂൾ. നന്നായി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ബ്യൂട്ടിഫുൾ കേട്ടോ. നന്നായിട്ട് ചെയ്ത്. അപ്പൊ ഒരു ഇനഫ് ടൈം, ഒരു 3-4 കൊല്ലം ഇരുന്ന് പ്ലാൻ ചെയ്തോ എന്നിട്ട് ചെയ്തതാണ് അല്ലേ? നമ്മള് വീട് വച്ച് കഴിഞ്ഞ് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ, എസ്പെഷ്യലി ചെന്നൈ, ബാംഗ്ലൂർ നിന്നൊക്കെയുള്ള ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഭയങ്കര സന്തോഷം അവർക്ക് വന്നിക്കാൻ. അപ്പം നമുക്ക് ഇതിന്റെ വില അറിയില്ലല്ലോ. താമസിച്ച് ഇത് തന്നെയാണല്ലോ വീട്. പക്ഷെ അവര് വന്നിട്ട് ഇങ്ങനെ പറയും, നിങ്ങളിത് പുറത്തുള്ളവർക്ക് ഓപ്പൺ ചെയ്യണം, ഭയങ്കര സമാധാനമാണ്. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഗൗരിയും ഗണേഷും ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രാക്ടീസിനും നിങ്ങളുടെ ഒരു ജാമിങ് സെഷനൊക്കെ പറ്റിയ വൈബാണ് ഇവിടെ എന്ന് പറയുന്നത് വീട്. അതെ, ശരിക്കും ഒരു ആർട്ടിസ്റ്റിക് ആണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ജാമിങ് സെഷനൊക്കെ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യുമ്പോഴേക്കെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. വളരെ ചിൽ മൂഡ. വേറൊരു സ്പേസേ നിങ്ങൾക്ക് നോക്കണ്ട. ഗൗരിയുടെ ഓൺ ഹൗസ്. അപ്പൊ ഇവിടെ തന്നെയാണ് നിങ്ങൾ എപ്പോഴും താമസിക്കുന്നത്? ഇവിടെ എറണാകുളത്ത് അപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ ഷട്ട്ലിയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഓക്കെ. നമുക്കിനി അടുത്ത ഏരിയ കാണാം. ഇദ്ദേഹത്തിന്റെ പേരെന്താ? പിക്കാച്ചു. പിക്കാച്ചു. പിക്കാച്ചു
ബേബി റെഡി ആയിട്ട് നിക്കാണല്ലോ. അല്ല, പിക്കാച്ചു ഭക്ഷണം കഴിച്ച് വയറങ്ങനെ ആയതാ. ആണോ? ഞാൻ വിചാരിച്ചു ബേബി ഉണ്ടെന്ന്. ഇല്ല. താഴെ 2 ഗസ്റ്റ് ബെഡ്റൂംസ് ആണുള്ളത്. ഓക്കെ, നമുക്ക് റൂം കാണാമോ? യെസ്. ഓക്കെ, അപ്പൊ വരും, നമുക്ക് റൂമും കാണാം. പിക്കാച്ചു ആണ് നമ്മളെല്ലായിടും കൊണ്ടേ കാണിക്കുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം. ഓക്കെ, ഇത് കൂട്ടത്തിൽ ചെറിയ 2 റൂംസ് ആണ് താഴത്തെ. ഓക്കെ, ഒരു കുറച്ചുകൂടെ കോസി ചെറിയ സെറ്റപ്പ്. അപ്പുറത്തും ഇപ്പുറത്തും 2 കപ്പിൾ വരികയാണെങ്കിൽ 4 ഫ്രണ്ട്സ് ഒക്കെ വരികയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സ്റ്റേ ചെയ്യാം. ഗാർഡനിലേക്ക് തുറക്കുന്ന വിൻഡോസ് ഒക്കെ അങ്ങനെ. ഓക്കെ, ശരിക്കും നമ്മളെ ഒരു റിസോർട്ടിൽ പോയിട്ട് നിൽക്കുന്ന, ഒരു കോട്ടേജിൽ നിന്ന് നോക്കുന്ന അങ്ങനെ ഒരു ഫീലാ. ഇപ്പൊ ഇവിടെ ആക്ച്വലി നല്ലൊരു കുളം ഞാൻ പുറത്ത് കണ്ടു. കുളം അല്ലേ? അത് യൂസ് ചെയ്യാൻ പറ്റുമോ? അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ ആമ്പലൊക്കെ ഉണ്ട്. ആണോ? അപ്പൊ ഇവിടെ ഗസ്റ്റ് വന്ന് കുളിക്കാനൊക്കെ പറ്റുമോ? ഡിപ്പ് വേണമെങ്കിൽ ചെയ്യാം. നാച്ചുറൽ പോണ്ട് തന്നെയാണ്. ആണല്ലേ? നീറ്റ് ആണല്ലേ? വെൽ, അപ്പൊ ഇവിടെ ഇതിന് ഈ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ ഒരു ബീച്ച് അല്ലെങ്കിൽ ഒരു പൂള് അതൊക്കെ മിസ് ചെയ്യുന്നു. അതിനൊക്കെ പറ്റിയ പോലത്തെ ഒരു ഫീലാണ്. പിന്നെ ഗൗരി എന്തുകൊണ്ട് എല്ലാം ഒരു ട്രൈബ്സ് ഫീലിലേക്ക് ഗൗരി ഇന്റീരിയർ കുറെ കാണുന്നുണ്ട്? അതെന്താ അങ്ങനെ ഒരു പർപ്പസ്ഫുള്ളി ഒന്നുമല്ല, എന്നാലും അതിനോടുള്ള ഇഷ്ടം കാണുമല്ലോ. അല്ല, കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കുറച്ചൊന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് ഓടായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ ഒരു താല്പര്യം തോന്നും. ഭയങ്കര പെർഫെക്റ്റ് അല്ലാതെ കുറച്ചങ്ങനെ ഓഫായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഒരു താല്പര്യം വരും. ഓക്കെ, ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട്. അതെ, ഞാനത് വ്യൂവേഴ്സ് പ്രേക്ഷകരോട് പറയായിരുന്നു. അതിനകത്തൊക്കെ ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ ഈ പിക്ചർ ഇതൊക്കെ നോക്കൂ. ഈ ഇവിടെ ഇവര് കളക്ട് ചെയ്ത് പിക്കാച്ചു ആണ്. പിക്കാച്ചു ഇടയിൽ കൂടെ കയറി വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എവിടുന്നാ ഇതൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ നിങ്ങൾ കസ്റ്റം മേക്ക് ചെയ്തതാണ്? വരച്ചതാണ്. പുള്ളി വരച്ചതാണ്. പുള്ളി വരച്ച കളക്ഷനിന്ന് 2 നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് സോമൻ. അല്ലാതെ ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് ഇങ്ങനത്തെ ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള പിക്ചേഴ്സ് അല്ലേ, അപ്പം ഗൗരി തന്നെ പറഞ്ഞു വരപ്പിച്ചതാണോ എന്ന് വിചാരിച്ചു. വരച്ച കളക്ഷനിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തതാണ്. ഓക്കെ, നൈസ്. ഇനി ഇത് മറ്റൊരു റൂം. അത് വേറൊരു ഗസ്റ്റ് ബെഡ്റൂം താഴത്തെ. ഇത് ഈ ബെഡ്റൂമും ആ ബെഡ്റൂമാണ് നമ്മൾ ഒരുമിച്ച് കൊടുക്കുന്നത്. 2 അഡ്ജസ്റ്റന്റ് റൂംസ്. ഓക്കെ, ഇത് ശരിക്കും പ്രോപ്പർ ഗാർഡൻ ഓപ്പണിംഗ് ആണ്. എല്ലാ റൂംസും AC ഉണ്ടല്ലേ? അതിപ്പോ കുറച്ച് ദിവസമായി തുറന്നിട്ടുണ്ടാവും. ഇത് നേരെ ഗാർഡൻ ഓപ്പണിംഗ് ആണ്. മഴയാണ് ശരിക്കും ഇവിടെ വീട്ടിൽ ഏറ്റവും ഭംഗി. ഭയങ്കര നല്ല രസമായിരിക്കും. ചെടികളും ഇതൊക്കെ ആയതുകൊണ്ട് ശരിക്കും ബ്യൂട്ടിഫുൾ ഹൗസ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആൻഡ് ഇതിന്റെ ഡെക്കോസും കാര്യങ്ങളും എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. നീറ്റ്ലി ഡൺ എല്ലാ സംഭവങ്ങളും. ഇതിലും ബാത്റൂം ഉണ്ട്. അപ്പൊ എല്ലാ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ താഴത്തെ 2 ബെഡ്റൂംസ് റെന്റ് ഔട്ട് ചെയ്യുന്നവർക്കുള്ള കോമൺ ഏരിയ ആണ് ഇത് ഫുള്ള്. സോ ഈ ഹാളും ഈ കോമൺ ഏരിയ, ഈ കിച്ചൺ, ഈ സെമി കിച്ചൺ സ്പേസും എല്ലാം താഴത്തെ ഈ 2 ബെഡ്റൂംസിന്റെ അവർക്ക് ഉള്ളതാണ് ഏരിയ. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കാം എടുത്തിരിക്കുന്നത്. ഇത് ഗൗരി, ഇത് ആര് വരച്ച്? ഇത് വന്നു, വാ നോക്കി ഗൗരിനെ കാണാം. ഇനി വേറൊരു ഗൗരിനെ കാണാം. ഇത് നമ്മൾ NFT നമുക്ക് കേറാം, മേലേക്ക് കേറാം. NFT വഴി പിക്കാച്ചു വരണ്ടോ? പോർട്രേറ്റ് ആണ്. സോറി കേട്ടില്ല ഗൗരി. NFT ആയിട്ട് സെയിൽ ആയ ഒരു പോർട്രേറ്റ് ആണ് ഇത്. ഓൺലൈൻ സെയിൽ ആയ ഒരു സാധനമാണ്. അതിന്റെ ഒറിജിനൽ സാധനം ആർട്ടിസ്റ്റ് തന്നെ അയച്ചു തന്നാണ്. ഇതാരാ ഇത് ചെയ്തത്? വന്നിട്ടൊരു ആർട്ടിസ്റ്റ് ആണ്. നിമ്മി പുള്ളിക്കാരി ചെയ്തതാണ്. ഓക്കെ, ഇത് എത്ര നാൾക്ക് മുന്നേ? ഇതൊരു അത് ഗൗരിയുടെ ഫോട്ടോ കണ്ടിട്ടാണോ? ഫോട്ടോ കണ്ട് ചെയ്തതാ. 2-3 വർഷമായിട്ടുണ്ട്. ഓക്കെ, സൈക്കിൾ. നിങ്ങളിതിപ്പോ ഇവിടെ 4 കൊല്ലമായിട്ട് താമസിച്ചിട്ടേ ഗൗരിക്ക് ഈ ഒരു വീടിന്റെ ഈ ഒരു ആംബിയൻസും ഇതിന്റെ അകത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴും ഇതിന്റെ ഒരു ബ്യൂട്ടി ഡെയിലി അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതോ ഇതിലങ്ങ് സെറ്റ് ഇതിന്റെ ഭംഗി മനസ്സിലാവുന്നില്ല എന്നായോ? ഇല്ല, കുറച്ച് കഴിയുമ്പം ശീലമാവും. പല കാര്യങ്ങൾ ശീലമാവും. പക്ഷെ ചില കോർണേഴ്സിന്റെ ഒക്കെ നമുക്ക് ആ ഒരു ഭയങ്കര സ്പെഷ്യൽ താല്പര്യമുള്ള സ്ഥലങ്ങൾ അങ്ങനെ തന്നെ സ്റ്റേ ചെയ്യും. ആണ് അല്ലേ? കാരണം ഒരു നമുക്ക് എനിക്ക് തോന്നുന്നു മടുക്കില്ല. നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴും ഒരു മടുപ്പ് തോന്നില്ല. കാരണം എല്ലായിടും നല്ല ഫ്രഷ് ആയിട്ടും നന്നായിട്ടിരിക്കും. പിന്നെ നന്നായിട്ട് ഫ്രഷ് എയറും നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ഏരിയയാണ്. അങ്ങനെ എല്ലാ ഏരിയയും നല്ല കളർഫുൾ ആണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടമാവും. ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂമാണ്. ഇത് 2 പേർക്ക് വേണ്ടി നമ്മൾ കൊടുക്കും. അതല്ല ഫുൾ വീട് എടുത്തു കഴിഞ്ഞാലും
അപ്പൊ ഇങ്ങനെ ഒരു ഹോം സ്റ്റേ കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണോ നിങ്ങൾ ഈ വീട് വെച്ചത്? അല്ല. നിങ്ങൾക്ക് താമസിക്കാൻ എന്നുള്ള രീതിയിൽ വെച്ചതാണ്. അതെ. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഹോം സ്റ്റേ ചെയ്യാന്നൊരു പ്ലാനിലേക്ക് വന്നേ? നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് സിറ്റീസിൽ നിന്നൊക്കെ വന്നിട്ട് ഈ കാര്യം കുറെ തവണ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ. അതായത് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മളെ പോലെ സിറ്റീസിൽ താമസിക്കുന്നവർക്ക് ഈ എക്സ്പീരിയൻസ് ഭയങ്കര, നമുക്കിന്റെ വില അറിയില്ല, നമ്മൾ ഇത് തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും പിന്നെ ആലോചിക്കാം അല്ലേ? ശരിക്കും നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ചും എല്ലാം ഇഷ്ടികയിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. ചൂട് ഭയങ്കര കുറവാണ്. അപ്പൊ അതുകൊണ്ട് ചൂട് തീരെ ഉണ്ടാവില്ല. അതാണ് നമുക്ക് ഫീൽ ചെയ്യാം. ഉള്ളിലേക്ക് വരുമ്പോ തന്നെ നല്ല ചൂട് കുറവ് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു ബാൽക്കണിയിലേക്ക് പോവാം. ടൈലിന്റെ കളറൊക്കെ കണ്ടോ? എല്ലാം ബ്യൂട്ടിഫുൾ, നന്നായിട്ടുണ്ട്. യെസ്, ഇത് മാസ്റ്റർ ബെഡ്, എന്റെ ബെഡ്റൂമാണത്. ആഹാ, ഇവിടെയാണ് ഗൗരി ഇത് യൂസ് ചെയ്യുന്ന റൂം അതുപോലെ തോന്നുന്നില്ലല്ലോ. യൂസ് ചെയ്യുന്നത് പോലെ തോന്നില്ല, നല്ല നീറ്റായിട്ടെല്ലാം. എങ്ങനെയാണ് ഇപ്പൊ ഈ വീട്ടിൽ ഗൗരി താമസിക്കും? ഇത് കണ്ടാൽ തോന്നുന്നില്ല ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അടുക്കളയും കണ്ടു അങ്ങനെ തന്നെ ഇരിക്കണം. അടുക്കള നമ്മള് ഫസ്റ്റ് 3 വർഷം ഈ 2025 തുടക്കം വരെ അടുക്കള ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ട് ഫംഗ്ഷൻ ആവുമായിരുന്നു. നമ്മൾ അപ്പാർട്ട്മെന്റിലേക്ക് പോയ പിന്നെ ഈ ഹോം സ്റ്റേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫുഡ് അവിടെ നിന്ന് കൊടുക്കാം. എന്റെ വീട് തറവാടാണ് അപ്പുറത്ത്. അപ്പൊ അവിടെ ഫുഡ് കൊടുക്കാം എന്നുള്ള പ്ലാൻ വന്നുകൊണ്ട് കിച്ചൺ നമ്മൾ അങ്ങനെ വിട്ടിരിക്കുകയാണ്. ഇവിടെ വന്നാലും എനിക്ക് അവിടെ പോയി കഴിക്കാം. ഓക്കെ, ഗൗരിയുടെ പാരന്റ്സ് ആണ് അവിടെ താമസിക്കുന്നത്. അത് തറവാടും കാണാൻ എന്ത് രസാ. അതും ഇത് ഈ വീട് ചെയ്തപ്പോ അതിന്റെ എക്സ്റ്റീരിയർ ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്താണോ? അത് അങ്ങനെ തന്നെയായിരുന്നു. ആണോ? ഓക്കെ, അതൊരു 200 വർഷം പഴക്കമുള്ള തറവാടാണ്. ഓഹോ, അപ്പൊ അച്ഛനും ജനിച്ചു വളർന്നതും എല്ലാം അച്ഛന്റെ അമ്മയുടെ അമ്മ. അതാ പറഞ്ഞ അത്രയും വർഷം പഴയതില്ല. അപ്പൊ അച്ഛനും ജനിച്ചു വളർന്നതൊക്കെ ഈ വീട്ടിൽ, പഠിച്ചതൊക്കെ ഈ നാട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, നല്ല രസമുണ്ട്. നല്ലൊരു കാറ്റും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായേന്. എന്തായാലും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന. വിജിത, നിങ്ങൾക്ക് വന്നൂടെ എല്ലാവർക്കും കൂടെ ഇങ്ങനെ? പിന്നൊരു ടെറസ് സ്പേസ് ഉണ്ട്. ഇതിലേക്ക് വേണ്ട ഇങ്ങനെ നമ്മുടെ ടൈലാണെങ്കിലും ബെഡ്, ഓരോ ഐറ്റം, സോഫ, ഇതൊക്കെ നമ്മൾ തന്നെ എവിടുന്ന് അപ്പൊ ഇതെല്ലാം പർച്ചേസ് ചെയ്തൊക്കെ? അങ്ങനെ ഒരു സ്ഥലമൊന്നും അല്ല, നമ്മൾ ഇപ്പൊ ആത്തൻകുടി ടൈൽസ് ആണിത്. സോ ഹാൻഡ് മെയ്ഡ് സിമെന്റ് ടൈൽസ് ആണ്. അത് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതെ, എനിക്കറിയാം. അതിന്റെ ഒരു പൊട്ടലും കളറും അല്ലാണ്ട്, പക്ഷെ അതിന് അതിന്റേതായ എന്തോ ഒരു ഭംഗിയുണ്ട്. ഒരു എന്താ പഴമയുടെ ഒരു ലുക്കാണല്ലോ. അങ്ങനെ ഇതാണ് ടെറസ്. ധാരാണമോ പിക്കാച്ചുവിന്റെ കൂട്ടുകാരിയോ? ഇത് പാണ്ടി. പാണ്ടി. ഞങ്ങള് ഗസ്റ്റ് വീട് കാണാൻ വന്നോരാ. അല്ല, ഇതാ തറവാടിന്റെ ഇതല്ലേ? പടിപ്പുരയല്ലേ? പടിപ്പുരയാണത്. അപ്പൊ ആ പടിപ്പുര നിങ്ങൾ ബ്ലോക്ക് ചെയ്തോ? ഇല്ല, തുറക്കാൻ പറ്റും. ഇത് അവിടെ ഡോർ അടച്ചിരിക്കുക. അത് ഇത് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. പക്ഷെ ഇപ്പൊ ആ പടിപ്പുര പോണെങ്കിൽ നമ്മുടെ ഈ വീടിനകത്തൂടെ കയറണം. അവിടെ കൂടെ വഴിയുണ്ട്, അവിടെ ഗേറ്റ് ഉണ്ട്. അതെ, പടിപ്പുര ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ ഗേറ്റ് അവിടെയാണുള്ളത്. ഓക്കെ. എന്ത് രസാ തറവാടും കാണാൻ. നമുക്ക് ഇവിടുന്ന് തന്നെയാണ് ഗൗരി ജനിച്ചു വളർന്ന ഗൗരിയുടെ തറവാട് വീട്. 200 വർഷം പഴക്കമുള്ള ഗൗരിയുടെ വീട്. സ്റ്റിൽ അതിന്റെ ഒരു ബ്യൂട്ടി നോക്ക്, എന്ത് രസാന്ന് നോക്കിയേ. വേറെ തന്നെ ഒരു ഫീലാ. എന്തൊരു ശാന്തതയാന്നറിയോ, വളരെ ശാന്തത. എന്താ ചീവീടൊക്കെ ഉണ്ടാവുമോ വൈകുന്നേരം കഴിഞ്ഞാൽ? മിന്നാമിനിങ് ഇവിടെ ഒക്കെ ഉണ്ടാവും, ചീവീട് ഉണ്ടാവും. അതാണ് ഞാൻ കറക്റ്റ് വാക്കുകൾ, ഒരു ഭയങ്കര സ്ലോ ലിവിങ് എക്സ്പീരിയൻസ് ആണ്. വളരെ സമാധാനമായിട്ട് ഇങ്ങനെ ഇരുന്ന് ശബ്ദമൊക്കെ ഇട്ട് ഈ പാട്ട് ഗൗരി എഴുതുക, കമ്പോസ് ചെയ്യുക, പാട്ടിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യണമെങ്കിൽ അത് ഈ ഒരു സ്പേസ് ശരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീടിന്റെ ഏത് നൂക്കൻ കോർണറിൽ പോയാലും അത് ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടാണ് എന്ന് തന്നെ ചെയ്തിരിക്കുന്നത്. എന്നാലും ഗൗരിയുടെ ഫേവറേറ്റ് സോൺ എവിടെയാ ഈ വീടിനകത്ത്? ഇത് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇരുന്നിട്ടാണോ? ഇവിടെ ഇരുന്ന് ചെയ്തിരിക്കുന്ന പാട്ട് ഏതാ? ഇരുന്നിട്ട് ചെയ്ത പാട്ട് അങ്ങനെ ഒരു പാട്ടൊക്കെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ലാസ്റ്റ് ഇപ്പൊ ഇവിടെ ഇരുന്ന് ചെയ്ത പാട്ട്? ഇവിടെ ഇരുന്നാണ് നാമിരവിൽ എന്ന് പറഞ്ഞ പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിന്റെ ഏതോ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഇരുന്ന ചെയ്തിരുന്നു, ഏതോ പീസൊക്കെ. അല്ല, നമ്മള് ഇവിടെ ഇരുന്ന് ഈ വീട്ടിൽ വന്ന പിന്നെ ഭയങ്കര രസമാണ്. ഓരോ കോർണേഴ്സിലും പോയിട്ട് നന്നായിട്ട് പണിയെടുക്കാൻ പറ്റും. എന്നാ ഇവിടെ ഇരുന്ന് ചെയ്ത ഒരു പാട്ടൊന്ന് പാടി കേക്കട്ടെ. നാമിരവിൽ സൂരജ് സന്തോഷിനെ ഫീച്ചർ ചെയ്തിട്ട് ഉള്ള ട്രാക്ക് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. വസന്തം വിടർത്തി ഉള്ളിലാകെ
കുളിർ പെയ്തു തോരാത്ത പോലെ. യെസ്, താങ്ക് യു. ഓക്കെ, ഗണേഷിന്റെ ഫേവറേറ്റ് സോൺ എവിടെയാ? ഗണേഷിന് താഴത്തെ നമ്മൾ കയറി വന്ന ഹോളാണ് ഏറ്റവും ഇഷ്ടം. അവിടെ ഉണ്ടായപ്പോഴും സോഫയിൽ ഇങ്ങനെ മലന്ന് കിടപ്പുണ്ടാവും. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞില്ലേ കയറി വന്നപ്പോ ഇവിടെ മുറ്റത്ത് നല്ലൊരു കുളമൊക്കെ ഉണ്ടെന്ന്. അത് ദേ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അതാണ് ആ കുളം ആണല്ലേ? ചെടികളൊക്കെ ഉണ്ട്. ആ, അപ്പൊ ഇവിടെ ഹോം സ്റ്റേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. കുളത്തിന്റെ സൈഡിൽ തന്നെ നമ്മളൊരു ഗ്യാതറിംഗ് സ്പേസ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് റെഡി ആവുന്നതേ ഉള്ളൂ. ചെറിയൊരു ഇപ്പൊ ഒരു 25-30 പേരുടെ ചെറിയൊരു ഗ്യാതറിംഗും ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ സ്പേസ് വൈകുന്നേരം വരുന്നവർക്കൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം. ആ, കൂൾ, നൈസ്. അടുത്ത മേളിലൊരു ബെഡ്റൂം ആണോ? മേളിലൊരു ബെഡ്റൂമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വേറെ തന്നെ കളക്ഷൻ ഓഫ്. ഇതെന്റെ അച്ഛന്റെ അച്ഛൻ എന്റെ അപ്പൂപ്പന്റെ കളക്ഷനിൽ കിട്ടിയതാണ്. പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ അച്ഛൻ ട്രിവാൻഡ്രം ലൈബ്രറിയിലെ ലൈബ്രറിയൻ ആയിരുന്നു. സോ എല്ലാം ഒറിജിനൽ പീസസ് ആണ്. ഇതിന്റെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാല് 1883, ശരിക്കും 1883 പേപ്പറാണ്. അങ്ങനെ ഇതെല്ലാം ഓരോന്നും 1904, 1908. സോ ആ ഒറിജിനൽ പേപ്പർ ക്ലിപ്പിംഗ്സ് തന്നെയാണ്. അപ്പൂപ്പന്റെ പെട്ടിക്കകത്ത് കിട്ടിയതാ. പിന്നെ ഞാൻ എല്ലാം പൊടിഞ്ഞ അവസ്ഥയാണ്. എന്നിട്ട് അതിനെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനെ ഫ്രെയിം ചെയ്തു. 1898 ആ ഡേറ്റിലെല്ലാം. അത് വീട് വെച്ച് കഴിഞ്ഞപ്പോ ഇത് കളക്ഷൻ എടുത്തിട്ട് പെട്ടി കിട്ടി എനിക്ക്. പെട്ടി തുറന്നു നോക്കിയപ്പം കറക്റ്റ് ആയിട്ട് ഈ സാധനമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം പിന്നെ എടുത്തു, ഫ്രെയിം ചെയ്തെടുത്തു. ഓക്കെ, ഇപ്പൊ ഈ വീട്ടില് വന്നതിന് അജിതാഹരെ ഇതിനും ഈ വീട്ടിൽ വന്നിട്ടാണോ? അല്ല, ഈ വീട് പണി നടക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരുന്ന സമയത്തായിരിക്കണം. ഓക്കെ, അപ്പൊ ആ അജിതാഹരെ എന്നുള്ള പാട്ടിലൂടെയാണ് ജനങ്ങൾ ഫുള്ള് അറിയാതിരുന്നവരും ഒക്കെ ഗൗരി എന്ന് പറഞ്ഞൊരു റാപ്പറുണ്ട്, സിംഗറുണ്ട് എന്നൊക്കെ ലോകം മുഴുവൻ അങ്ങ് എടുക്കുന്നത്. അതിലും തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ്സും ഉണ്ടായിരുന്നു, നെഗറ്റീവായിട്ടും ഉള്ള കമന്റ്സ് ഒരുപാട് ഫേസ് ചെയ്തതാണ്. നന്നായിട്ട് വൈറലായിരുന്നല്ലോ ആ പാട്ട്. അപ്പം ഗൗരി അതിന്റെ ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഹൗ ഡിഡ് യു ഫീൽ? അപ്പോ അത് റിലീസായ 2 വർഷം കഴിഞ്ഞാണ് എനിക്ക് തോന്നുന്നു ഏത് ഇൻസ്റ്റാഗ്രാം റീല് വഴിയാണ് അത് ഭയങ്കരമായിട്ട് ബ്ലോ അപ്പ് ആയത്. അമ്പലത്തില് വെടിക്കെട്ട് പൊട്ടുന്ന വീഡിയോസ് ആയിട്ടാണ് ഫസ്റ്റ് അജിതാഹര യൂസ് ചെയ്ത് തുടങ്ങിയ ആളുകൾ. പിന്നെ അത് ഈ പറഞ്ഞ പോലെ കഥകളി വീഡിയോസായി, ഉത്സവങ്ങളാണ് മെയിൻ ആയിട്ടും. ഉത്സവങ്ങളുടെ സീസൺ ആയപ്പോഴേക്കും എല്ലാ ഉത്സവ വീഡിയോയ്ക്കകത്തും ഈ പാട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്തോട്ട് പോയി. ആദ്യമൊക്കെ അങ്ങനെ പോയി. പിന്നെ ലൈവ് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ തമ്മിലടി തുടങ്ങിയത്. നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ അടി തുടങ്ങിയത്. ഇങ്ങനെ പാടാൻ പാടുണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങി. പ്രത്യേകിച്ചൊന്നുമില്ല, കൊള്ളാം, ഓക്കെ, ആളുകൾ സംസാരിക്കുന്നുണ്ട്, സംസാരിക്കുന്നവർ സംസാരിച്ചോണ്ടിരിക്കട്ടെ. പക്ഷെ എന്നാലും ഗൗരിയുടെ മനസ്സിലേക്ക് ആ പാട്ട് സെലക്ട് ചെയ്യാനും അതിനെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് മേക്ക് ചെയ്ത് ഈ ഒരു വേർഷനിലേക്ക് പാട്ട് മാറ്റാം എന്നൊക്കെ തോന്നിയതൊക്കെ എങ്ങനെയായിരുന്നു? ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഞങ്ങള് അന്ന് 4 പാട്ടാണ് ഞാനും ഗണേഷും കൂടെ പ്ലാൻ ചെയ്തത്. രത്നമാല സീരീസ് എന്ന് പറഞ്ഞിട്ട് 4 കർണാട്ടിക് നമ്പേഴ്സ് അല്ലെങ്കിൽ 4 ക്ലാസിക്കൽ നമ്പേഴ്സ് എന്നുള്ള ഐഡിയ ആയിരുന്നു. അപ്പൊ അതിൽ ഒരെണ്ണം മാത്രമാണ് അജിതഹരെ. നമ്മൾ 4 പാട്ടില് അജിതഹരെ ഞാൻ കോളേജിൽ പഠിക്കുന്ന BA മ്യൂസിക് പഠിക്കുന്ന സമയത്ത് എന്റെ സിലബസിൽ പഠിക്കാനുണ്ടായിരുന്ന പീസായിരുന്നു. അപ്പൊ അതങ്ങ് എടുത്ത് ചെയ്തു. RLB പഠിച്ച സമയത്തുള്ളതാണ് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ വേറെ ഭയങ്കര ഉദ്ദേശം കോവിഡ് സമയമാണ്, വേറെ പണിയൊന്നും ഇല്ല, വെറുതെ ഇരിക്കാം. പിന്നെ കുറച്ച് പാട്ടിറക്കാന്നുള്ള പ്ലാനിൽ ഗണേഷാണ് അതിന്റെ പ്രൊഡക്ഷനും മിക്സിങ്ങും എല്ലാം ഗണേഷ് ചെയ്തിരിക്കുന്നത്. ഗണേഷിനെ ചെയ്തിരിക്കണം. പുറത്ത് ആളെ വെച്ചേപ്പിക്കാനുള്ള പൈസ ഇല്ല, കോവിഡിന്റെ സമയമാണ്. അപ്പം നമ്മൾ തന്നെ എല്ലാം വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമർ ഉള്ളപ്പോൾ പിന്നെ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. പ്രോഗ്രാമറിനെ ഇരുത്തി പണിയെടുപ്പിച്ച് അപ്പൊ ആ വർക്ക് ഫുള്ള് ഗണേഷ് ചെയ്തിരിക്കണം, എല്ലാ പാട്ടും. അങ്ങനെ നമ്മൾ ചെയ്തു, ഇറക്കി, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള പാട്ടുകൾ പെർഫോം ചെയ്യുക സ്റ്റേജിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴും പിന്നെ അജിത ഫേസ് ചെയ്തതെന്നു പറയണത് നെഗറ്റീവ്, എന്താ പറയാ, കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിലായിരുന്നു അല്ലെ? ഇത്തരത്തിലുള്ള കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടാമോ, ഈ ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുമ്പോൾ ഇതിന് ഈ രീതിയിലുള്ള വേഷങ്ങൾ ഇടണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള അജിത കണ്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള കുറെ കമന്റ്സുകളൊക്കെ. അതിനെന്താണ് അജിത? ആ കമന്റ്സിനൊന്നും അന്നേ റിപ്ലൈ കൊടുത്തിട്ടില്ല. സോ ഇപ്പൊ നമുക്ക് പറയാം അതിന് ഉള്ള മറുപടി എന്താണ്. അതും ഒരു വേറിട്ട ചിന്താഗതിയായിരുന്നു. ട്രഡീഷണൽ ഉള്ള ഒരു പാട്ട് എടുത്ത് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല. ഞാൻ ഒന്നും പ്ലാൻ ചെയ്യല്ല ചെയ്യണത്. പ്ലാൻ ചെയ്തത് ഒന്നുമില്ല. ഇതിപ്പം 1.5 മണിക്കൂറുള്ള ഷോയില് ഒരു പാട്ട് മാത്രമാണ് അജിതഹരെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം
അത് ആ പാട്ടിന് വേണ്ടി മാത്രം എനിക്ക് ഓടിപ്പോയിട്ട് പട്ടുസാരി എടുത്തിട്ട് വരാൻ പറ്റില്ല. ഓക്കെ. അപ്പം ആ നിന്ന നിപ്പിൽ ഞാൻ ആ പാട്ട് പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും പിന്നെ ഇതിട്ടങ്ങ് ചെയ്തേക്കാം, എന്തെങ്കിലും പിന്നെ ആളുകളെ ഒന്ന് ട്രിഗർ ചെയ്തേക്കാം, അങ്ങനൊന്നും അല്ല. അത് ഞാൻ ചെയ്ത് വന്ന കാര്യം ചെയ്ത് അങ്ങ് പോകുന്നു. ആരോ അതിന്റെ വീഡിയോസ് എടുത്ത് ഇൻസ്റ്റഗ്രാം റീൽസിൽ വന്നു തുടങ്ങിയപ്പോഴേക്കാണ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഓക്കെ, ഇങ്ങനെയാണോ ചെയ്യുന്നത്, അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള സ്ഥലത്തോട്ട് എത്തി തുടങ്ങിയത്. എന്ത് രസമാണ് കൂടുതലും ഈ ട്രൈബ്സ് കളക്ഷൻസ് കാണുമ്പോൾ. എനിക്കും അതെ, എനിക്ക് എൻ്റെ വീട്ടിലും എൻ്റെയിലും ഉണ്ട് കുറച്ച് ഇതേപോലത്തെ, പക്ഷെ ഇത്രയ്ക്ക് അധികമൊന്നും ഇല്ല കേട്ടോ, കുറച്ച്. പക്ഷെ ആ സെയിം സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഓരോന്നും നല്ല ഒരു വല്ലാത്തൊരു ഭംഗിയല്ലേ അത് കാണുമ്പോൾ. ഈ ടൈലും എല്ലാം എവിടുന്നാ സെലക്ട് ചെയ്തേ? ഇത് ആത്തൻകുടി ടൈൽസ് എന്നാ പറയാ. ഹാൻഡ് മെയ്ഡ് ആണ്. അപ്പം ആത്തൻകുടിയിലുള്ള വർക്കേഴ്സ് കൈകൊണ്ട് അവിടെ കുറച്ച് പാറ്റേൺസ് ഉണ്ടാവും അവർക്ക്. സോ ആ പാറ്റേൺസ് നമ്മൾ ഇന്ന പാറ്റേണാ വേണ്ടെന്ന് പറഞ്ഞാൽ അവരവിടുന്ന് റെഡിയാക്കി അവരുൾപ്പെടെ വരും. ലേ ചെയ്യാനുള്ള ആൾ ഉൾപ്പെടെ വന്നിട്ട് അവരിട്ടിട്ട് പോകുന്നതാണ്. അല്ലാതെ നമുക്ക് പോയി കാണാനോ വേറെ ഇവിടെ പോവാം, പക്ഷെ അവിടെ പോകണം. അല്ലാതെ ഇവിടെ ഒന്നും നമുക്ക് അതിനുള്ള ഷോപ്സ് ഒന്നുമില്ല. ചൂടുകാലത്താണെങ്കിൽ നല്ല തണുപ്പായിരിക്കും, തണുപ്പ് കാലത്താണെങ്കിൽ കുറച്ച് ചൂടുണ്ടാവും. അപ്പം ആ ഒരു ടെമ്പറേച്ചറിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവും. ഓക്കെ. പിന്നെ ഭയങ്കര ഒരു പോകുന്തോറും ആ പഴമയുടെ ഭംഗി കൂടി വരും. ഒരു ആ ഒരു പഴമയുടെ ലുക്കും നന്നായിട്ടുണ്ടാവും. അത് വീട് ഇംപെർഫെക്ഷന്റെ ഭംഗിയാണ്. അല്ല, ഇതിനൊരു വേറൊരു ഫീലല്ലേ ഈ ടൈലിന് നമുക്ക് തരാൻ പറ്റുക. എന്തൊരു ഇതിന്റെ ഡിസൈനിലും അതിന്റെ ആ കളർ കോമ്പിനേഷൻസിലും ഒക്കെ വേറിട്ട ഒരു ഫീലാണ്. ഇത് പൂജാമുറി ഗണേശന്റെ ഗണപതിയാണത്. പൂജാമുറി. ഗണപതി ഭക്തിയാണോ? ഗണേശന്റെ ഗണപതിയാണ്. ഗണേശനാണ് ഗണപതിയെ കടന്നിട്ട്. ആണോ? ആഹാ, ഗണേശാണ്. പേരിൽ തന്നെ ഉണ്ടല്ലോ. ഗണേശന്റെ ഗണപതിയാണ്. ഓക്കെ. ഓക്കെ, ഇതാണ് വീടിന്റെ അകം നമ്മളിപ്പോ കണ്ടത്. ഇനി നമുക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് എക്സ്റ്റീരിയർ. പേരയ്ക്ക ഒരെണ്ണം പറിച്ച് കഴിക്കാൻ പഴുത്തത് വല്ല ഉണ്ടോ? പച്ചയാണെല്ലാം, ഒന്നും പഴുത്തിട്ടില്ല. കഴിഞ്ഞ് വന്നാൽ എനിക്ക് തോന്നുന്നു പഴുത്തത് കിട്ടും തോന്നുന്നു. കൊറേ ഉണ്ട് ചെറുതൊക്കെ. ചെറുതായിട്ടൊന്ന് മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഈ ഗൗരി ഫേസ് ചെയ്യുന്നു ഒരുപാട് ചോദ്യങ്ങളൊക്കെ. ഇപ്പൊ ഗൗരിയും ഗണേഷും ഇതിനെല്ലാം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഈ കമന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒട്ടും ബോധേഡ് അല്ല. ഇപ്പൊ ഇതേപോലെ തന്നെ റാപ്പ് സിംഗേഴ്സിനെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോന്നും പറഞ്ഞിട്ട് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലെ വേടനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. വേടനായിട്ടും ഗൗരി നിങ്ങൾ നല്ല പേഴ്സണലി അറിയാം, സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര അതിനപ്പുറത്തോട്ടുള്ള ബന്ധമൊന്നുമില്ല. ആണോ? പാട്ടൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്? ഇല്ല. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള അന്ന് ആ വേടന്റെ ഇതായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഗൗരി വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അങ്ങനെ അത്രയും കണക്റ്റഡ് ഒന്നും അല്ല. നല്ല മഴ, നല്ല ഒരു കൂടുതൽ ആംബിയൻസിന്റെ ഒരു ഭംഗി ഇനി അങ്ങ് കൂടി. ഇതെന്തിനാ ഇവിടെ ഇങ്ങനെ തേങ്ങ അപ്പൊ ഇടാൻ? അത് കഴിഞ്ഞ ദിവസം വല്ലതും മറ്റേ പുഷ്പ ചേച്ചി വെച്ചിട്ട് പോയതായിരിക്കും. അതിലാണ് ഒന്നും ഇല്ലേനും എടുക്കാനായിട്ട്. എടുത്തിട്ട് പോയി കാണും. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ആദ്യമേ പറഞ്ഞ പോലെ 2 പേരായിട്ടാണെങ്കിലും നിങ്ങളൊരു മാക്സിമം എത്ര പേരെ നമുക്ക് ഇതിനകത്ത് 10 പേര് വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലും പറയേണ്ട, എല്ലാം ഇവിടെ തന്നെ ഗൗരിയുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ്, നല്ല ഹോംലി ഫുഡ് കിട്ടും. പിന്നെ കുളമുണ്ട്, ആലപ്പി ബീച്ചിലേക്ക് പോവാം, ചേർത്തല സൈഡിലേക്ക് പോവാം. 5 മിനിറ്റില് കായലുണ്ട്, സൺറൈസ് സൺസെറ്റ് 2 സൈഡിലും ഉണ്ട്. നടക്കാനാണെങ്കിൽ പറമ്പ് ഫുൾ ഉണ്ട്, ഇവിടെ റോഡ് ഉണ്ട്, എല്ലാം സെറ്റ് ആയിട്ട് ഗ്രാമീണ ജീവിതം എൻജോയ് ചെയ്യാം. അതെ, നമ്മുടെ ഈവനിങ് ആകുമ്പോൾ ചീവീടിന്റെ ഒച്ചയും, പകലാണല്ലോ അതെ നിറയെ ബേർഡ്സിന്റെ ചേർപ്പ് ചെയ്യണതും ഇതെല്ലാം കേട്ട് നല്ല ഒരു ഗ്രാമീണ ഫീൽ എൻജോയ് ചെയ്ത് ഇവിടെ താമസിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു. ഈ ഒരു ഹോം ടൂറിന് ഒരുപാട് താങ്ക് യു ഗൗരി. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഗണേഷിനെ മിസ് ചെയ്തു, ഗണേഷിനെ കാണാൻ പറ്റിയില്ല. ഗണേഷ് എവിടെ പോയിരിക്കുക? ഗണേഷ് പണിയായിട്ട് ഓട്ടത്തിലാണ്. ആണോ? പാവം, ഓടി തളർന്ന് അയ്യോ പറച്ചിലേട്ടാ തോന്നുന്നു. ഗൗരിനെ എത്ര നാളായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന തുടങ്ങി. ഗൗരി എന്നും തിരക്കാണ്. അതാ നിങ്ങളെ വിളിച്ചത്. ഓക്കെ, അപ്പൊ ഗണേഷിന്റെ അടുത്ത് എന്തായാലും ഞങ്ങളുടെ ഒരു ഹായ് പറയാം. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്.